മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ ഒരു സൈഡിൽ കാണുന്ന ആ ഒരു വ്യൂ ഒക്കെ ആയിരിക്കും പൂണ്ടി വില്ലേജ്. വേറെ ഏത് വണ്ടി കയറിയില്ലെങ്കിലും നമ്മളെ വണ്ടി കയറും, അതെനിക്ക് ഉറപ്പാണ്. നമ്മുടെ വണ്ടി നൈസായിട്ട് കയറി പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. തന്നെ നോക്കണേ ഒരു 500 മീറ്റർ കിട്ടും, അത് നിൽക്കുന്ന വിശ്വാസമുണ്ട്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ ബ്ലോക്കിൽ നിന്ന് തന്നെ കേട്ടോ തുടങ്ങുന്നത് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ പൂണ്ടി വില്ലേജിലോട്ട് പോവുകയാണ്. പൂണ്ടി വില്ലേജ് എന്ന് പറയുമ്പോൾ ഒരു അടിപൊളി വില്ലേജാണ്, നമ്മുടെ വട്ടവട ആ ഒരു ലുക്കൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇതേ ഇവിടുന്ന് അവരുടെ വണ്ടി ചെയിൻ ടൈറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മൾ 4 ബൈക്ക് ഉണ്ട് ഇപ്പോൾ, 2 NS ഒരു V3 ഗൈസ്. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാനുള്ള പ്ലാനാണ്. സംഭവം എന്ന് വെച്ചാൽ ഇവിടുന്ന് കിട്ടുമ്പോൾ ഇനി അങ്ങോട്ട് കിട്ടില്ല. ഇവിടെ ഒരു മലയാളി ഹോട്ടലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ പോയേക്കാം ഗൈസ്. അപ്പോൾ ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നു ഗൈസ്. അങ്ങനത്തെ ഫുഡ് അടി എല്ലാം കഴിഞ്ഞ് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കും കേട്ടോ. പൂണ്ടിയിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഷ്റൂം, മാജിക് മഷ്റൂം ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. എല്ലാവരും ചില്ല് ചെയ്യാൻ വേണ്ടിയൊക്കെ വരുന്നൊരു സ്പോട്ടാണ്. നമുക്ക് അവിടെ പോയിട്ട് ആ ഒരു വ്യൂ കാണാൻ കഴിയുമോ എന്നുള്ള കാര്യം നോക്കാം കേട്ടോ. മിക്കവാറും കഴിയാൻ ചാൻസ് കുറവാണ്, കാരണം അവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ അങ്ങനെയാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് ഇത്രയ്ക്ക് കോട കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയത് കാരണം ആ ഒരു വ്യൂ നമുക്ക് രാവിലെ പൂമ്പാറയിൽ പോയപ്പോൾ പോലും നമുക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുപോലെയൊക്കെ ആണെങ്കിൽ സീനാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ കഴിയില്ല, ഒന്നും കാണാൻ കഴിയില്ല. അതാണ് ഞാൻ സീനാവും കൊണ്ട് ഉദ്ദേശിച്ച്. പൂണ്ടി 6 കിലോമീറ്റർ, ഇനിയും പൂണ്ടിക്ക് 6 കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ നമ്മളിങ്ങനെ നല്ലൊരു ഫുഡ് സ്പോട്ടൊക്കെ കിട്ടുന്നൊരു സ്പോട്ട് ഉണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞാൽ നമുക്ക് ഫുഡ് കഴിച്ചേച്ചും പോകാമെന്ന്. ഇനി അതുപോലുള്ളൊരു ടൗൺ കിട്ടിക്കൊള്ളണം എന്നില്ല, അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് പറഞ്ഞത്. ഈ ക്ലൈമറ്റ് ആണെങ്കിൽ പൂണ്ടി പോയിട്ട് ഒന്നും കാണാൻ ചാൻസ് ഇല്ല കേട്ടോ. നൈസായിരിക്കും എന്തായിരുന്നാലും. നോക്കിക്കേ, ക്ലൈമറ്റ് നോക്കിക്കേ. എൻ്റെ അമ്മോ, ഈ ഒരു സ്പ്ലെൻഡറിൻ്റെ ഒരു ശബ്ദം കേട്ട് കോടമഞ്ഞുകൾക്കിടയിലൂടെ ഇതുപോലെ പോകാൻ നല്ല രസം കേട്ടോ. അയ്യോ സീന്. ഒരു NS ഒരു V3 ഫ്രണ്ടിൽ കിടപ്പുണ്ട്, ഒരു NS പുറകിലും. മിക്കവാറും എനിക്ക് തോന്നുന്നു ഈ ഒരു സൈഡിൽ കാണുന്ന ആ ഒരു വ്യൂ ഒക്കെ ആയിരിക്കും പൂണ്ടി വില്ലേജ്. പക്ഷെ നമ്മളിപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇതുപോലെ പോകുന്നത് കൊണ്ട് നമുക്കൊന്നും കാണാത്ത ആവുന്നു. വട്ടവട പോയപ്പോൾ ഇതുപോലുള്ള റോഡിലൂടെ നമ്മൾ ഈ ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ സൈഡിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഉള്ളിലൂടെ പോകുമ്പോഴുള്ള ആ റൂട്ടിൽ നിന്നൊക്കെ സൈഡിൽ കൂടെ നോക്കിയാൽ ഇങ്ങനെ ഒരു താഴ്ന്ന പ്രദേശം കാണും. അപ്പോൾ അവിടെയാണ് തട്ടായിട്ട് കൃഷിയൊക്കെ. അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു ഏരിയ ആവാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. വാട്ട് എ ബ്യൂട്ടി ലൊക്കേഷൻ. സീൻ ഏരിയ കേട്ടോ, നൈസ്. ഫോഗ് കൂടിട്ടോ, ഫോഗ് നല്ല രീതിക്ക് കൂടി. എൻ്റെ അമ്മോ നോക്കിക്കേ, അന്തരീക്ഷം നോക്കിക്കേ. എൻ്റെ അമ്മോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ.
ഓ സീൻ ഏരിയ കേട്ടോ. പൂണ്ടി ഇതിപ്പോ ശരിക്കും പറഞ്ഞാല് പൂണ്ടി പോയാലും പൂക്കാല് പോയാലും നമ്മളിന്ന് പോയ സ്പോട്ടുകളൊക്കെ പറയുമ്പോൾ ഇവിടെയുള്ള അടിപൊളി അടിപൊളി സ്പോട്ടുകളാട്ടോ. ഈ ഒരു ഫോഗൊന്നും ഇല്ലെങ്കിൽ നല്ല വ്യൂ ഉള്ള കൃഷിയിടങ്ങളിലുള്ള ഭംഗി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ടാണ്. പക്ഷെ നമുക്ക് ഈ ഒരു ഫോഗ് കാരണം, പക്ഷെ എനിക്ക് ഫോഗാണ് ഇഷ്ടം, അത് വേറെ കാര്യം. ഫുൾ ടൈം ഫോഗ് ഉണ്ട്. ഇപ്പോൾ ഒരു ഉച്ച സമയമൊക്കെ ഫോഗ് ഇല്ലാണ്ട് മൊത്തം ക്ലിയർ ആയി കിടക്കുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് തോന്നിയിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല കേട്ടോ. ഇത് ഫുൾ ടൈം ഫോഗ് ആയത് കാരണം നമുക്ക് വ്യൂ ഒന്നും കിട്ടില്ല. ഒരു നന്ന രാവിലെ നല്ല ഫോഗി, അതുപോലെ ഒരു 10 മണിയൊക്കെ ആകുമ്പം ഫോഗൊക്കെ ക്ലിയർ ആവും. പിന്നെ ഇങ്ങനെ ഒരു 2 മണി 3 മണിയാകുമ്പോൾ ഫോഗ് കയറി വരിക. ആ ഒരു സെറ്റപ്പൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും കൂടെ വ്യൂ ഒക്കെ ഒന്ന് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ പൂമ്പാറ പോയാലും കൂക്കാൽ പോയാലും പൂണ്ടി പോയാലും ഒക്കെ സെയിം സിറ്റുവേഷൻ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇതുപോലെ കോട മൂടി കിടക്കുന്ന അന്തരീക്ഷം മാത്രം. നമ്മൾ പൂണ്ടി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക സ്പോട്ടിലോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഭയങ്കര മഞ്ഞാട്ടോ. മിക്കവാറും ക്യാമ്പിൽ നിന്ന് മൈക്ക് അയക്കേണ്ടി വരും. ഇതേ കണ്ടോ ഫുള്ളി ഈർപ്പം കയറുവാണ്. അകത്തോട്ട് കയറിയാൽ പണി കഴിഞ്ഞു കേട്ടോ. നമ്മൾ പൂണ്ടി എത്തിട്ടോ. അപ്പോൾ അവർ കുറച്ച് ഫ്രണ്ടിലാണ്. എവിടെയാണാവോ? അയ്യോ അവരെ കാണുന്നില്ല. അപ്പോൾ പൂണ്ടി ഇതാട്ടോ. ശരിക്കും ഇവിടുന്ന് താഴോട്ടൊക്കെ കൃഷീൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് ആൾ പറഞ്ഞ പോലെ ഫുള്ളി എന്താ പറയുക ഫുള്ളി മിസ്റ്റ്, അതായത് കോട. അത് കാരണം ഒന്നും தெரியாതെന്ന് ആൾ പറഞ്ഞേ. വാവ് നൈസാട്ടോ. ഇവിടേക്ക് അടിപൊളി സ്പോട്ടാട്ടോ. ഇതൊക്കെ പോകൊന്ന് പോയി കഴിഞ്ഞാൽ അടിപൊളിയാവുന്നേ ഉള്ളൂ. ഇവിടേക്ക് ടെൻ്റ് അടിക്കാൻ മാറുന്നില്ലേ. ഇവിടെയൊക്കെ നൈസ് സ്പോട്ടാട്ടോ. പക്ഷെ അലൗഡ് ആണോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായിരുന്നാലും നമുക്ക് അങ്ങനെ പോയി നോക്കാം. ഒരു എന്താ പറയുക കെട്ടില്ല പട്ടം പോലെ ഇങ്ങനെ ചുമ്മാ പറക്കുവാണ്. 2 ദിവസം എൻജോയ്മെൻറ്റ് ആ രീതിക്ക്. പിന്നെ ഈ ഒരു ക്ലൈമറ്റിലോട്ട് വന്നു, അത്ര വിചാരിച്ചാൽ മതി. ഞാൻ ഈ ട്രിപ്പ് തുടങ്ങുമ്പോഴേ പറഞ്ഞു ഇനി ഈ ട്രിപ്പിൽ വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ലാന്ന്. ഈ ഒരു ട്രിപ്പിൽ വേണ്ട സംഭവം, ഞാൻ അത്രയും ആഗ്രഹിച്ചു വന്ന സംഭവം ദേ ഈ കോടയാണ്. ഓ സീൻ ഏരിയ നൈസാട്ടോ. വേറെ ഏത് വണ്ടി കയറിയില്ലെങ്കിലും നമ്മളെ വണ്ടി കയറും, അതെനിക്ക് ഉറപ്പാണ്. ഗായ്സ് ഒരു ഗുഹ പോലുള്ള സ്പോട്ടിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കയറാൻ പാടുള്ള വണ്ടി പിന്നെ വീത്ര ആയിരിക്കും കേട്ടോ. പക്ഷേ വീത്രയൊക്കെ നൈസായിട്ട് തന്നെ കയറി പോകുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പിൽ 2 NS ആണ് പോയത്. NS ഒന്നും സീൻ കാണില്ല.
V3 ആണ് പിന്നെയും സീൻ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഉണ്ടാവാം. ബട്ട് V3ക്കൊന്നും നോ പ്രോബ്ലം. ഗായ്സ്, ഇതൊരു എക്സ്ട്രീം ഓഫ് റോഡ് തന്നെ കേട്ടോ. എക്സ്ട്രീം ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു ഓഫ് റോഡ് തന്നെയാണ്. അയ്യോ, നമ്മുടെ വണ്ടി നൈസായിട്ട് കയറി പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഗൈസ്, കൊടൈക്കനാൽ പൂണ്ടി വന്നിട്ട് ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് അത് നൈസാട്ടോ. ഈ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് നമ്മുടെ തൊട്ട് പുറകെ V3 കയറി വരുന്നുണ്ട് കേട്ടോ. NS ഒക്കെ പോയി പോയി എവിടെയോ എത്തി കാണും. എന്താ ഇവിടെ ചെന്ന് അവസാനിക്കുമെന്തോ. അവസാനിച്ചു കഴിഞ്ഞു കേട്ടോ. എന്തേ ഡാമോ? ഇന്ത്യ തന്നെ നോക്കണേ.
ഒരു 500 മീറ്റർ കിട്ടും അത് നിൽക്കുന്ന വിശ്വാസമുണ്ട്. അപ്പോൾ ഓഫ് റോഡ് ത്രില്ല എന്നിട്ട് പറയുന്നത് നമ്മുടെ V3യുടെ ഓണർ. അമ്പോ എന്ത് റേഡിയേറ്റർ ഓണായതാ? സീനില്ല പോരി. വണ്ടി ഫസ്റ്റിൽ കുറേ ഓടിയില്ലേ, അതുകൊണ്ടാ റേഡിയേറ്റർ ഓണായതാണ് സംഭവം. അത് അറിവുശാല പറഞ്ഞാണ് നോക്ക്. ടെൻ്റ് അടിച്ച് അവർക്ക് ചുമ്മാ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവരും പറഞ്ഞു വേണ്ടെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു അമ്പലമുണ്ട്. അപ്പോൾ അമ്പലത്തിൻ്റെ അവിടെ എന്തോ മതിലിൽ എങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ എന്തൊക്കെയോ എന്താ പറയുക നമ്മളെ മൈൻഡൊക്കെ മാറും. അങ്ങനെ എന്തൊക്കെയോ സംഭവം ഉണ്ട്. അപ്പം ഇനി വെറുതെ അവരുടെ വിശ്വാസം അവരുടെ സംഭവമൊക്കെ അല്ല. അപ്പം അതിൻ്റെ പ്രൈവസി കളയണ്ട, അത് അവിടെ അതുപോലെ സേഫായി തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി നമ്മൾ അതിലോട്ട് തൊടാനും കളിക്കാനൊന്നും പോയില്ല. തമിഴ്നാടാ? എന്താ ചോദിച്ചേ? വ്യൂ പോയിന്റ് ഇருக்கு. പോവാൻ പറ്റൂല. ഗൈസ് അങ്ങനെ ദേ കോടമഞ്ഞുകൾക്കിടയിലൂടെ നമ്മൾ വീണ്ടും ഓഫ് റോഡ്.
ഇങ്ങോട്ട് ഇത് ഫോറസ്റ്റാ ഗൈസ്. അപ്പോൾ നമുക്ക് പോയേക്കാട്ടോ. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഈ ഒരു വൈബ് കണ്ടപ്പോൾ എനിക്ക് അവിടെ ടെൻ്റ് അടിച്ചാൽ കൊള്ളാമെന്ന് തോന്നിട്ടോ. സ്പേസിൻ്റെ ഒരു ഭംഗി, അതുപോലെ ആ ഒരു വ്യൂ ഒക്കെ കണ്ടപ്പോൾ ചുമ്മാ ചോദിച്ചാണ്. പക്ഷെ അവർ പറഞ്ഞു ഇത് ഫോറസ്റ്റ് ഏരിയ ആണ്, ടെൻ്റ് അലൗഡ് അല്ല. സ്പേസിനുള്ള റെൻ്റൊക്കെ തരാം, പക്ഷേ സ്റ്റേ കിട്ടുമെന്ന് കുറേ ചോദിച്ചു. അവരൊട്ടും സമ്മതിക്കുന്നില്ല. അപ്പോൾ വേറെ വഴിയില്ല, നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂണ്ടിയിൽ നിന്ന് മെല്ലെ വിടുവാണ്. പൂണ്ടി നൈസാട്ടോ, ഈ ഒരു സമയത്തൊക്കെ അടിപൊളിയാണ്. ഈ ഒരു ക്ലൈമറ്റ് ആഗ്രഹിച്ച് വരുന്നവർക്ക് സെറ്റ് സമയമാണ്. വ്യൂ ഒന്നും വിചാരിച്ച് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതായത് ആ ഒരു തട്ടായിട്ട് കിടക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് കഴിഞ്ഞ വീക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്നൊക്കെ ആ ഒരു വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ അപ്പോഴേ എനിക്ക് ഈ ഒരു കോട വൈബാണ് എനിക്ക്. പക്ഷെ അവർ വന്ന സമയത്ത് അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ചടപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് അടുത്ത ആഴ്ച പോകണമെന്ന് വിചാരിച്ചപ്പം അവരിത് പോയതിൻ്റെ ശേഷമാണ് ഞാൻ പ്ലാൻ ഇട്ടത്. പക്ഷെ അവർ പോയപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇനി ഈ ഒരു സീസണിൽ പോകാൻ കഴിയില്ല എന്നൊക്കെ ഞാൻ കരുതിയിരുന്നു. കാരണം ഡിസംബർ നവംബർ ആ ഒരു സമയമൊക്കെയാണല്ലോ അടിപൊളി ക്ലൈമറ്റ്. അപ്പോൾ അത് കഴിഞ്ഞ് ജനുവരി ആയില്ലേ എന്നുള്ളൊരു സങ്കടം കൊണ്ടൊക്കെയാണ്. പിന്നെ ഇങ്ങനെ നോക്കിയപ്പം ഭാഗ്യം കൊണ്ട് നമ്മൾ വന്ന സമയത്ത് ക്ലൈമറ്റൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. എന്തോ ഒരു ഭാഗ്യം. ഇവിടെ ഇപ്പോൾ ഇന്നൊന്നും സൂര്യനെ കണ്ടിട്ടേ ഇല്ല കേട്ടോ, ഫുള്ളി ഇരുട്ടാണ്. ഗൈസ്, ഇത് എനിക്ക് തോന്നുന്നു കേട്ടോ, ഇനി അവർ അത്രയും ഉള്ളേരിയ ഫോറസ്റ്റിന് നല്ല ഉള്ളിലോട്ട് നമ്മൾ പോന്നിട്ടുണ്ട്. അപ്പോൾ ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ് അവർക്ക് പേടി, അങ്ങനെ എന്തോ. എനിക്ക് അതൊക്കെയാണ് ഇപ്പോൾ വരുന്ന ഡൗട്ട്. കാരണം അങ്ങനെ ആവാനാണ് സാധ്യത കേട്ടോ, അവരുടെ ആ ഒരു സംസാരമൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഇല്ല, നമ്മളെ റണ്ണിങ് അല്ലടാ. എന്ത് പിക്കാ? ഇല്ലടാ, ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ട് വേണം.
ഉള്ളത് കൊടൈക്കനാലിലാണ്. ഇപ്പോ ഇങ്ങോട്ട് കാണിക്ക്, ഇത് V3 പോണ ഇത്. അങ്ങനെ ദേ നമ്മൾ പൂണ്ടിയിൽ നിന്നും പോകാൻ വേണ്ടി പോവാണ്. നമ്മൾ നേരത്തെ പോയ സ്പോട്ട് എന്ന് പറയുമ്പോൾ ദേ ആ ഒരു റൂട്ട് അങ്ങനെ മുകളിലോട്ട് ഒരു ഓഫ് റോഡൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതേ നമ്മൾ ഇതുവരെ ചുമ്മാ അങ്ങനെ സംസാരിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇനി പയ്യെ പോയിട്ട് അവന്മാർക്ക് ടെൻറ്റ് ഓപ്പൺ ചെയ്ത് പിക്കടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ഞാൻ പറഞ്ഞു ഇവിടെ പോവാന്ന്. പക്ഷേ അവന്മാർ ഇതിലും അടിപൊളി ഒരു സ്പോട്ട് അവിടെ കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ ആ ഒരു സ്പോട്ടിൽ പോയി ടെൻറ്റൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വരുമ്പോൾ ഒന്നും ഇവിടെ ഒന്നും കാണാറുന്നില്ല കേട്ടോ. ഇപ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ടുണ്ട്. അത് പേടിക്കണ്ട, അതേ ആ കാണുന്നൊക്കെ ഇപ്പം ഇങ്ങനെ ഇങ്ങോട്ട് വരാനുള്ളതാണ് ആ ഒരു ദൂരെ കാണുന്നത്. ഇവിടെ എങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ, അടിപൊളിയാട്ടോ. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇപ്പോൾ ഉള്ള ഒരു ക്ലൈമറ്റ്. ഓ, ഇതാണ് ആ വ്യൂ. ഇവിടെ ഫുള്ള് ഇങ്ങനെ ആയിരിക്കും. നമുക്ക് ഫോഗ് ഉണ്ടായതുകൊണ്ട് വ്യൂ ഇട്ടാത്ത ഇത് കണ്ടോ. ഇപ്പോൾ ഇവിടെ ചെറുതായിട്ട് ക്ലിയർ ആയി വരുന്നുണ്ട്. ഗൈസ് അങ്ങനെ ഇതേ നമ്മൾ ഇവിടെ ജസ്റ്റ് ഈ ചുമ്മാ നമ്മൾ ടെൻറ്റ് ഓപ്പൺ ചെയ്തുള്ള പിക്ക് അടിക്കാനുള്ള ഒരു പരിപാടീസിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് ടെൻറ്റ് ഓപ്പൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കാണാം കേട്ടോ. ഞാൻ എന്തായിരുന്നാലും ക്യാം ഒന്ന് റിമൂവ് ചെയ്ത് വെക്കട്ടെ. ഗൈസ് അങ്ങനെ ചുമ്മാ ഇവിടെ നമ്മൾ പിക്കൊക്കെ അടിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അവർക്ക് ടെൻറ്റിൻ്റെ സെറ്റപ്പിൽ പിക്ക് അടിക്കണം. പിന്നെ ഞാനും ചുമ്മാ പിക്കൊക്കെ അടിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്തായിരുന്നാലും ഇനി മിക്കവാറും ഇവിടുന്ന് പോകുമ്പോൾ ഇരുട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ വീഡിയോൻ്റെ അതിൻ്റെ ഇപ്പോൾ ഇവിടുന്ന് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരെ ഒരുമിച്ച് കൊടയിൽ പോകും. കൊടയിൽ പോയിട്ട് അവർ നേരെ നാട്ടിലോട്ട് തിരിക്കും. നമ്മൾ അവിടെ എവിടെയും സ്റ്റേ എടുത്തിട്ട് നാളെ കൊടയിലെ കുറച്ച് കാഴ്ചകളൊക്കെ അതൊക്കെ കണ്ട ശേഷം നാളെ ഒരു ഉച്ചക്ക് മുമ്പൊക്കെ ആയിട്ട് ഒരു നൈറ്റ് ആവാൻ കാത്തിക്കില്ല, ഒരു ഈവനിങ് ഒക്കെ ആയിട്ട് നൈസായിട്ട് ചുരമിറങ്ങി അങ്ങനെ നാട്ടിൽ പോകും. അപ്പോൾ അത് വേറൊരു വീഡിയോ ആയിരിക്കും. അതായത് നാളത്തെ വീഡിയോ മൊത്തത്തിൽ വേറൊരു വീഡിയോ ആയിരിക്കും. എന്തായിരുന്നാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് വേണ്ടിയിട്ട് പോകണം. അതിനുമായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഉള്ളോട്ട് ഇട്ടാൽ മതി. നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.